IPL മാച്ച് നമ്പർ 54 ഇന്നലെ അവസാനിച്ചപ്പോൾ വിജയത്തോടെ പഞ്ചാബ് രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്നതാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച ലക്നൗ ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ പ്രിയാൻഷിന്റെ വിക്കറ്റ് ആദ്യ ഓവറിൽ തന്നെ പഞ്ചാബിന് നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ രണ്ടാമനായി ജോഷ് ഇംഗ്ലീഷിനെ ഇന്നലെ പ്രൊമോട്ട് ചെയ്ത് വിട്ടതോടെ പിന്നെ ബാറ്റിംഗിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം പഞ്ചാബിന് വന്നതേയില്ല. ടീം ടോട്ടൽ 4 ഓവറിൽ 50 എത്തിയ ശേഷമാണ് ഇംഗ്ലീഷ് പുറത്തായത്. പവർ പ്ലേയിൽ 66-ന് 2 ആയിരുന്നു അവർ. പിന്നീട് ക്യാപ്റ്റൻ ശ്രേയസ് ക്രീസിലെത്തിയതോടെ ഫുൾ മോഡ് അറ്റാക്കാണ് പഞ്ചാബ് നടത്തിയത്. കറക്റ്റായി 10-നടുത്ത് റൺ റേറ്റ് ഈസിയായി അവർ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. 12-ാം ഓവറിലായിരുന്നു ശ്രേയസ് 25 പന്തിൽ 45 നേടി പുറത്തായത്. പിന്നീട് വന്ന വധേര, ശശാങ്ക്, സ്റ്റോയിനസ് എന്നിവരെല്ലാം ഓരോ ക്യാമിയോ ഇന്നിംഗ്സുകൾ കളിച്ചപ്പോൾ 236-5 എന്ന നിലയിലാണ് പഞ്ചാബ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. ഒരറ്റം കീപ്പ് ചെയ്ത് കളിച്ച പ്രഭ്സിമ്രാൻ 48 പന്തിൽ 91 നേടി പുറത്തായിരുന്നു. ജോഷ് ഇംഗ്ലീഷിനെ വൺ ഡൗണിലേക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തുവിട്ടത് ഒരു നല്ല തീരുമാനമായി കാണപ്പെടുന്നുണ്ട്. കാരണം മിഡിൽ ഓർഡറിൽ താരം ഇത്തവണ വന്നിട്ട് അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ലായിരുന്നു. ഒരു സ്റ്റാർട്ട് ടീമിന്റെ ടോപ്പ് ഓർഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കത്തി കയറാനുള്ള ബാറ്റേഴ്സ് തന്നെയാണ് പഞ്ചാബ് നിരയിലുള്ളത്. അതിന്റെ ഒരു എക്സിബിഷൻ ആയിരുന്നു ഇന്നലെ കണ്ടത്. ലക്നൌവിനെ നോക്കിയാൽ അവർക്ക് ഇന്നലെ കംപ്ലീറ്റ് ആയ ഒരു ഓഫ് ഡേ ആയിരുന്നു എന്ന് പറയുന്നതാവും ഏറ്റവും ഉചിതം. കാരണം യാതൊരുവിധ ഡിസിപ്ലിനും ബൗളിംഗിലില്ലായിരുന്നു. ബൗളേഴ്സ് എവിടേക്കോ പന്തെറിഞ്ഞ് അടി വാങ്ങുന്നു, അത് മൊത്തം പന്ത് നോക്കി നിൽക്കുന്നു എന്നതായിരുന്നു ആക്ച്വലി LSGയുടെ ബൗളിംഗ് സമ്മറി. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ LSGയുടെ ടോപ്പ് 3 ആയിട്ടുള്ള അർഷദീപിന്റെ മാച്ചപ്പ് അവന് ഫേവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വർക്കായപ്പോൾ മാർക്കറും, മാർഷ, നിക്കോളാസ് പൂരൻ തുടങ്ങി 3 പേരും 5 ഓവറിനുള്ളിൽ തന്നെ പുറത്തായിരുന്നു. അതോടെ തന്നെ LSGയുടെ ചേസും അവസാനിച്ചു എന്നതായിരുന്നു വാസ്തവം. കാരണം LSGയുടെ ഈ വർഷത്തെ ബാറ്റിംഗിൽ ടോപ്പ് 3യുടെ ബാറ്റിംഗ് ആയിരുന്നു വിജയങ്ങളിൽ നിർണായകമായി മാറിയത്. പവർ പ്ലേയിൽ 38-ന് 3 ആയിരുന്നു LSG. പിന്നീട് 10 ഓവറായപ്പോഴേക്കും മില്ലർ, പന്ത് എന്നിവർ കൂടി പുറത്തായതോടെ 73-ന് 5 ലക്നൗ കൂപ്പുകുത്തി. 7-ാം വിക്കറ്റിൽ അബ്ദുൾ സമദ്, ആയുഷ് ബദോനി സഖ്യം നല്ലൊരു അറ്റാക്ക് നടത്തിയിരുന്നു. പക്ഷേ 60 പന്തിൽ 160-ന് മുകളിലായിരുന്നു ഇവർ ക്രീസിലേക്ക് എത്തിയപ്പോൾ ഇക്വേഷൻ. അത് കുറയ്ക്കാനല്ലാതെ ജയിക്കാനുള്ള പോസിബിലിറ്റി മത്സരത്തിൽ കാണുന്നേയില്ലായിരുന്നു. അബ്ദുൾ സമദ് 24 പന്തിൽ 45 നേടിയപ്പോൾ ആയുഷ് ബദോനി 40 പന്തിൽ 74 നേടിയിരുന്നു. അർഷദീപ്, ഒമർ സായി, മാർക്കോ യാൻസൺ തുടങ്ങി 3 പേരായിരുന്നു മത്സരം പഞ്ചാബിന് അനുകൂലമാക്കി മാറ്റിയത്. 12 ഓവറിൽ 80 മാത്രം വിട്ടുകൊടുത്ത 6 വിക്കറ്റായിരുന്നു ഇവർ വീഴ്ത്തിയത്. ചഹലും വിജയകുമാർ വൈശാഖും 7 ഓവറിൽ 99 വിട്ടുകൊടുത്തത്. പഞ്ചാബിന്റെ വിജയത്തിന്റെ മാർജിൻ കുറഞ്ഞത് മെയിനായിട്ട് ഇവരുടെ ബൗളിംഗ് കൊണ്ടായിരുന്നു. വിജയത്തോടെ പഞ്ചാബ് റൺ റേറ്റ് മെച്ചപ്പെടുത്തി 2ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. LSGയുടെ കാര്യങ്ങൾ കുറെ കൂടി ടൈറ്റായി മാറുകയും ചെയ്തു. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 236 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 199 നേടാൻ മാത്രമേ ലക്നൌവിന് പറ്റിയുള്ളൂ.